Hi everyone, welcome to the topic psychoanalytic criticism again. Now, in this video lecture, we have to discuss about what psychoanalytic critics do to literature. So, what's the purpose behind the point psychoanalytic criticism, and what are the jobs, what are the activities that is done by psychoanalytic critics in the area of psychoanalytic criticism? So, firstly, techniques of psychoanalysis is used in interpretation of literature. So they use the techniques of psychoanalysis, related to conscious, subconscious, or preconscious and unconscious mind, and they value a literature on the basis of the three minds. So they use different techniques of psychoanalysis to interpret a literary work, to criticize a literary work, to give a meaning to a literary work. Okay, a theory to cure mental illness by investigation. Conscious, unconscious mind are most important in the field of psychoanalytic criticism as well as to psychology. So what they do, psychoanalytic critics or psychologists in professional area, but in literature, psychoanalytic critics or the writers who influenced by the theory of Sigmund Freud. സോ ഈ ഒരു സൈക്കോണാലിറ്റിക് ക്രിറ്റിസിസം എന്നുള്ള തിയറി അല്ലെങ്കിൽ ഈ ഒരു പോയിന്റ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഒരു വിധത്തിൽ പറഞ്ഞാൽ മെൻ്റൽ ഇൽനെസ്സിനെ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. മെൻ്റൽ ഇൽനെസ് കണ്ടെത്തി ഇൻവെസ്റ്റിഗേഷനിലൂടെ ആ മനസ്സിൻ്റെ പ്രശ്നം എന്താണെന്ന് കണ്ടെത്തുകയും അതിന് പരിഹാരം നൽകുകയും ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് വി ഹാവ് ദ തിയറി സൈക്കോണാലിറ്റിക് ക്രിറ്റിസിസം, ആൻഡ് ഇറ്റ് ഈസ് കോൾഡ് ആസ് സൈക്കോ അനാലിസിസ്. Psycho analysis is a method which is used very commonly in the area of clinical psychologist. It affected literary creation and criticism. സോ സിഗ്മണ്ട് ഫ്രോയിഡ് ഈ ഒരു തിയറി കണ്ടുപിടിച്ചതിന് ശേഷം സാഹിത്യത്തിൽ ഇതിൻ്റെ റിഫ്ലക്ഷൻ ഒരുപാട് വന്നിട്ടുണ്ട്. ഒരുപാട് എഴുത്തുകാർ സിഗ്മണ്ട് ഫ്രോയിഡിനാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട് ആ ഒരു രീതിയിൽ എഴുതാൻ തുടങ്ങിയിട്ടുണ്ട്. മാനസിക അപഗ്രഥനത്തിലൂടെ കടന്നു ചെന്ന് മൈൻഡിലൂടെ യാത്ര ചെയ്യുന്നത്. നമ്മുടെ എവേലിൻ എന്നുള്ള സ്റ്റോറിയിലൊക്കെ പറയുന്ന ആ ഒരു നെഗറ്റീവ് ടെക്നിക്ക് എന്ന് പറയുന്നത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ആണ്, അല്ലെങ്കിൽ ഇൻറ്റീരിയർ മോണോലോഗ് എന്ന് പറയും. അത് ഒരാൾ ഇരുന്നിട്ട് അയാളുടെ മൈൻഡിലൂടെയാണ് സ്റ്റോറി പോകുന്നത്, അയാൾ ആലോചിക്കുന്ന കാര്യത്തിലൂടെയാണ് സ്റ്റോറി പോകുന്നത്. സോ അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ജെയിംസ് ജോയ്സ് എഴുതിയ സ്റ്റോറി, അതുപോലെ ജോസഫ് കോൺറാഡ് എന്ന് പറഞ്ഞിട്ടുള്ള റൈറ്റർ, വെർജീനിയ വൂൾഫ്, ഡി.എച്ച്. ലോറൻസ്, വി ഹാവ് മച്ച് മെനി റൈറ്റേഴ്സ് ഹു യൂസ്ഡ് the technique stream of consciousness in the field of literature, and which is influenced by psychoanalytic criticism and the person Sigmund Freud as well. സോ സാഹിത്യം എഴുതുന്നതിലും അതുപോലെ സാഹിത്യത്തെ നോക്കിക്കാണുന്നതിലും സാഹിത്യത്തെ വിമർശിക്കുന്നതിലും ഒരുപാട് സ്വാധീനം ചെലുത്തിയിട്ടുണ്ട് ആര്? സിഗ്മണ്ട് ഫ്രോയിഡും അദ്ദേഹത്തിൻ്റെ തിയറീസും എല്ലാം. സോ ടെക്സ്റ്റ് ആസ് എ റിസൾട്ട് ഓഫ് അൺകോൺഷ്യസ്, പ്രീകോൺഷ്യസ് ആൻഡ് കോൺഷ്യസ് മൈൻഡ്. So these people, psychoanalytic critics, they value or they look to a text as a result of preconscious, conscious, unconscious minds. മൂന്ന് മനസ്സുകളുടെയും മൂന്ന് മനസ്സിൻ്റെ തലങ്ങളുടെയും ഒരു കോമ്പിനേഷനാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ക്രിയേഷനാണ് ഒരു പുസ്തകം. അപ്പോൾ ഒരു പുസ്തകത്തെ നമ്മൾ വിമർശിക്കേണ്ടതും അല്ലെങ്കിൽ ആ ഒരു പുസ്തകത്തെ ക്രിറ്റിസൈസ് ചെയ്യേണ്ടതും അതിനെ അനലൈസ് ചെയ്ത് പഠിക്കേണ്ടതും ആ ഒരു മാനസിക അപഗ്രഥനത്തിൻ്റെ ബേസിൽ മാത്രമേ നമുക്കത് ചെയ്യാൻ കഴിയുമെന്നാണ് ഇവർ പറയുന്നത്. Okay, so James Joyce, D.H. Lawrence, Virginia Woolf. So these are some common writers, some most prominent writers in the area of literature, and they used Freudian concept in their creations, in their writings, in their novels, especially novels and poetry sometimes. സോ ഡി.എച്ച്. ലോറൻസിൻ്റെ സൺസ് ആൻഡ് ലവേഴ്സ്, ഡി.എച്ച്. ലോറൻസിൻ്റെ ലേഡി ചാറ്റലീസ് ലവർ, ഒരുപാട് നോവലുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതിലെല്ലാം ഈ ഒരു സിഗ്മണ്ട് ഫ്രോയിഡിയൻ ഇൻഫ്ലുവൻസ് നമുക്ക് കാണാൻ പറ്റും. ജെയിംസ് ജോയ്സ്, എവേലിയൻ എഴുതിയത് ജെയിംസ് ജോയ്സ് ആണ്. ജോസഫ് കോൺറാഡ് എന്ന് പറഞ്ഞ മറ്റൊരു വ്യക്തി ഹാർട്ട് ഓഫ് ഡാർക്ക്നെസ് എന്ന് പറഞ്ഞൊരു വലിയൊരു നോവൽ എഴുതിയിട്ടുണ്ട്. ആ നോവൽ സ്ട്രീം ഓഫ് കോൺഷ്യസ് ടെക്നിക്കിലാണ് പോകുന്നത്. ജെയിംസ് ജോയ്സ് തന്നെ പോർട്രേറ്റ് ഓഫ് ദ ആർട്ടിസ്റ്റ് ആസ് എ യങ് മാൻ എന്ന് പറഞ്ഞിട്ടൊരു നോവൽ എഴുതിയിട്ടുണ്ട്. ആ നോവലും അദ്ദേഹം കൊണ്ടുപോകുന്നത് സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് ടെക്നിക്കിലാണ്. സോ ഇതെല്ലാം ഫ്രോയിഡിൻ്റെ ആ ഒരു കോൺസെപ്റ്റിനെ അതിലാൻ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട് അല്ലെങ്കിൽ ആ ഒരു
തിയറിയുടെ റിഫ്ലക്ഷൻ സാഹിത്യത്തിൽ വന്നതാണ് ഇതെല്ലാം. വിർജീനിയ വൂൾഫ് ഒരുപാട് വർക്ക് എഴുതിയിട്ടുണ്ട്. ആൻഡ് വിർജീനിയ വൂൾഫ് ആസ് വെൽ ആസ് എ കാൾഡ് ആസ് എ ചാമ്പ്യൻ ഓഫ് ഫെമിനിസം ആൻഡ് അഡ്വക്കേറ്റ് ഓഫ് ഫെമിനിസം. സോ ഐ.ആർ. റിച്ചാർഡ്സ്. അപ്പോൾ എഴുത്തിൽ സാഹിത്യത്തിൽ വരുമ്പോൾ ജെയിംസ് ജോയ്സും D.H. ലോറൻസും വിർജീനിയ വൂൾഫും ജോസഫ് കോൺറാഡൊക്കെയാണ് ഇതിൽ ഇൻഫ്ലുവൻസ് ചെയ്ത് എഴുതിയിട്ടുള്ളത്. പക്ഷേ ക്രിറ്റിസിസത്തിലോട്ട് വരുമ്പോൾ അല്ലെങ്കിൽ തിയറിയിലോട്ട് വരുമ്പോൾ ഐ.ആർ. റിച്ചാർഡ്സ് അതുപോലെ T.S. എലിയറ്റ് ഇവരൊക്കെയാണ് ഫ്രോയിഡിൻ്റെ തിയറികളാൽ ഇൻഫ്ലുവൻസ് ചെയ്യപ്പെട്ട് ഒരു സാഹിത്യത്തെ ആ ഒരു രീതിയിൽ ഇവർ പഠിക്കാനും ആ ഒരു രീതിയിൽ ക്രിറ്റിസൈസ് ചെയ്യാനും തുടങ്ങിയത്. സോ ഇൻ ദ ഫീൽഡ് ഓഫ് ക്രിറ്റിസിസം വി ഹാവ് ടു പീപ്പിൾ മെയിൻലി ഐ.ആർ. റിച്ചാർഡ്സ് ആൻഡ് T.S. എലിയറ്റ്. Those people got influenced by the theories of the father of psychology, for Sigmund Freud. So Sigmund Freud ആർട്ടിനെ കലയെ കാണുന്നത് ന്യൂറോസിസുമായി കണക്ട് ചെയ്തിട്ടാണ്. ഓക്കെ, Sigmund Freud compares the art, the literature, the creative writing to neurosis. So artist travels through mind far from the world of reality. അപ്പോൾ നമ്മൾ ഈ ഒരു യാഥാർത്ഥ്യത്തിൻ്റെ ഈ ഒരു ലോകത്ത് നിന്ന് ഫാൻറ്റസിയിലോട്ട്, ഇമാജിനേഷൻ്റെ ആ ഒരു വേൾഡിലോട്ട് കലാകാരൻ, ആർട്ടിസ്റ്റ് യാത്ര ചെയ്യുന്നു. സോ മനസ്സിലൂടെയുള്ള ആ ഒരു യാത്രയുടെ പ്രതിഫലനമാണ്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു റിയാക്ഷനാണ്, അതിൻ്റെ ഒരു റിഫ്ലക്ഷനാണ്, ഇമ്പാക്റ്റാണ് ലിറ്റററി വർക്ക് എന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. പോയറ്റ്, ആർട്ടിസ്റ്റ് ലിഫ്റ്റ് ഹിസ് ഓർ ഹെർ റിപ്രഷൻ ഫോർ എ ബ്രീഫ് മൊമെൻറ്റ്. തൻ്റെ ഉള്ളിൽ അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളും വിചാരങ്ങളൊക്കെ സാഹിത്യകൃതികളിലൂടെ അവർ പുറത്തെടുക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. നമുക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടമൊക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് ഒരു ലെറ്ററിലോട്ട് മാറ്റുമ്പോൾ, നമ്മളിത് എഴുതി മാറ്റി വെക്കുമ്പോൾ അത് നമുക്ക് റിലീഫ് കിട്ടുമെന്ന് പറയാറുണ്ട്. സോ ദാറ്റ് വാസ് ദ റീസൺ ബിഹൈൻഡ് ദിസ് പോയിൻറ്റ്. കവിതകളാവാം, നോവൽസ് ആവാം, ഡ്രാമയാവാം, എല്ലാം കവികളുടെയോ നോവലിസ്റ്റുകളുടെയോ ഡ്രാമാറ്റിസ്റ്റുകളുടെയോ ഒക്കെ മനസ്സിലുള്ള റിപ്രഷൻ, അടിച്ചമർത്തപ്പെട്ട അവരുടെ ഫീലിങ്സ്, അവരുടെ മോഹങ്ങൾ പല കാരണങ്ങളാൽ കൊണ്ട് സമൂഹത്തിൽ നമുക്ക് നമ്മുടെ ആ മോഹം സഫലീകരിക്കാൻ പറ്റില്ല. അതുകൊണ്ട് അത് അടിച്ചമർത്തപ്പെടണം. നമ്മളത് ഉള്ളിൽ ഒതുക്കി വെക്കുന്നു. സോ അങ്ങനെ ഒതുക്കി വെക്കുന്ന കാര്യങ്ങളാണ് നമ്മളുടെ റൈറ്റിങ്സിലൂടെ, സാഹിത്യത്തിലൂടെ അധികവും കാണുന്നതെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. ടേക്ക് ഫോർബിഡൻ പ്ലഷർ ടു ഔട്ടർ വേൾഡ്, they alter word and their fantasy. So forbidden pleasure, I mean പല രീതിയിലൂടെ നമുക്ക് കിട്ടുന്ന പ്ലഷർ, പക്ഷേ ആ പ്ലഷർ കിട്ടുന്ന രീതികളെല്ലാം നമ്മുടെ സൊസൈറ്റിയിൽ ഫോർബിഡൻ ആണ്, അതെല്ലാം ഒബ്സ്റ്റക്കിളാണ്. ഐ മീൻ അതെല്ലാം നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. അങ്ങനെ പല കാര്യങ്ങളും നിരോധിക്കപ്പെട്ടിട്ടുണ്ട്. സോ അതിലൂടെ മനുഷ്യന് കിട്ടുന്ന ആ ഒരു പ്ലഷർ, ആ ഒരു അൾട്ടിമേറ്റ് ആയിട്ടുള്ള ആ ഒരു പ്ലഷർ, അത് ഫാൻറ്റസിയുടെ ലോകത്ത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് ആര് ശ്രമിക്കുന്നത്? ആർട്ടിസ്റ്റുകൾ പോയട്രിയിലൂടെയും നോവലിലൂടെയും ഒക്കെ ശ്രമിക്കുന്നതെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. ഡ്രീംസ് ആൻഡ് ലിറ്ററേച്ചർ, ആൻഡ് വി ക്യാൻ കണക്ട് ഡ്രീംസ് in a side and literature on the other side, and that those have two connections. സ്വപ്നങ്ങളും സാഹിത്യവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഫ്രോയിഡ് പറയുന്നുണ്ട്. നമ്മുടെ ഡ്രീംസ് എന്ന് പറയുന്നത് നമ്മൾ അടിച്ചമർത്തപ്പെട്ട നമ്മുടെ ഉള്ളിൽ കിടക്കുന്ന ആ ഒരു മോഹങ്ങളും വിചാരങ്ങളൊക്കെയാണ് നമ്മൾ സ്വപ്നത്തിലൂടെ കാണുന്നത് എന്നാണ് ഫ്രോയിഡ് പറയുന്നത്. അതുപോലെ തന്നെ സാഹിത്യത്തിലും അതുപോലെ തന്നെയാണ് കാണുന്നത്. സോ ഡ്രീംസും സാഹിത്യവും ഒരുപോലെയാണെന്നാണ് ഫ്രോയിഡ് പറയുന്നത്. സോ ഡ്രീംസ് ആർ റിപ്രസ്ഡ് വിഷസ്. ആക്ച്വലി ഫ്രോയിഡ് സാഹിത്യത്തെക്കുറിച്ച് വല്ലാണ്ടൊന്നും പറയുന്നില്ല. ബട്ട് ദ അതർ ക്രിറ്റിക്സ് ലൈക്ക് T.S. എലിയറ്റ്, ഐ.ആർ. റിച്ചാർഡ്സ്, they have talked about plenty of words on the field of psychoanalysis as well as to in connection with the literature. സോ ഡ്രീംസ് ആർ റിപ്രസ്ഡ് വിഷസ്. നമ്മുടെ അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളാണ് സ്വപ്നങ്ങളായിട്ട് വരുന്നതെന്നാണ് സിഗ്മണ്ട് ഫ്രോയിഡ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഡ്രീംസ് എന്നുള്ള വർക്കിലാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം പറയുന്നത്. ലൈക്ക് ഡ്രീം ഗോട്ട് അനലൈസ്ഡ്, ലിറ്റററി വർക്ക് ക്യാൻ ബി അനലൈസ്ഡ്. അപ്പോൾ നമ്മളൊരു സ്വപ്നത്തെ വ്യാഖ്യാനിക്കുന്ന പോലെ, ഒരു സ്വപ്നത്തെ അനലൈസ് ചെയ്യുന്ന പോലെ, കീറിമുറിച്ച് പരിശോധിക്കുന്ന പോലെ നമ്മളൊരു സാഹിത്യകൃതിയെയും പരിശോധിക്കണം എന്നാണ് ലിറ്റററി ക്രിട്ടിക്കുകൾ പറയുന്നത്. ഈ ഒരു സൈക്കോഅനാലിറ്റിക് ക്രിറ്റിസിസത്തിലുള്ള ലിറ്റററി ക്രിട്ടിക്കുകൾ പറയുന്നത്. അപ്പോൾ അവരുടെ ജോലി എന്ന് പറഞ്ഞാൽ ഒരു വർക്ക് അവരുടെ കയ്യിൽ കിട്ടിയാൽ അതിനെ സൈക്കോഅനാലിറ്റിക് ക്രിറ്റിസിസം അല്ലെങ്കിൽ സൈക്കോഅനാലിസിസ് എന്നുള്ള തിയറി ഫ്രോയിഡിൻ്റെ കോൺസെപ്റ്റുകളുമായി കമ്പയർ ചെയ്തിട്ട് അതുമായി തട്ടിച്ചു നോക്കിയിട്ടാണ് അതിനവർ കമ്പയർ ചെയ്യുന്നത്, ഐ മീൻ അനലൈസ് ചെയ്യുന്നത്.
സ്ട്രക്ചറലിസ്റ്റുകൾ അനലൈസ് ചെയ്യുന്നത് സ്ട്രക്ചർ നോക്കിയിട്ടാണ്. എന്നാൽ ഡികൺസ്ട്രക്ഷനിസ്റ്റുകൾ അനലൈസ് ചെയ്യുന്ന ഒരു ബുക്കിനെ അതിൻ്റെ മറ്റു പല കാര്യങ്ങൾ, അഫോറിയ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു, ഡിഫറൻസ്, അഫോറിയ അതുപോലെ ഡിഫറൻസ്, ബട്ട് ദ ടേംസ് കാൾഡ്, ഓക്കെ, 2 ടേംസും കൂടി അവിടെ ഉണ്ട്. സോ അങ്ങനെയുള്ള കാര്യങ്ങൾ പോയിന്റ് വെച്ചിട്ടാണ് അവർ ഒരു ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ ഫ്രോയിഡിൻ്റെ കോൺസെപ്റ്റുകൾ വെച്ചിട്ടാണ് ഒരു ടെക്സ്റ്റിനെ അനലൈസ് ചെയ്യുന്നത്. ഡീപ്ലി ട്രാവൽ ടു എ ലിറ്റററി വർക്ക്സ് ബർത്ത് ഫ്രം ഓതേഴ്സ് മൈൻഡ്. ഒരു സാഹിത്യകൃതി ജനിക്കാൻ അല്ലെങ്കിൽ സാഹിത്യകൃതി എഴുതപ്പെടാനുള്ള കാരണങ്ങൾ ഇവർ പുസ്തകത്തിലൂടെ തെരഞ്ഞു പോകുന്നു. ഐ മീൻ ഓതറിൻ്റെ മാനസികാവസ്ഥ എന്തായിരുന്നു എന്നുള്ളത് ഇവർ അന്വേഷിക്കുന്നു. Critics here do interpreting a work by looking its concerns and conscious and unconscious mind. ആ ഒരു ഓതറിനെ അവർ നല്ല രീതിയിൽ പരിശോധിക്കുന്നു. ഓതറിൻ്റെ ബോധവും അബോധവുമായ മനസ്സിനെ അവർ കമ്പയർ ചെയ്യുന്നു, അതിനെ അവർ പഠിക്കുന്നു, അതിനാവശ്യമായിട്ടുള്ള ഡാറ്റാസ് കളക്ട് ചെയ്യുന്നു. അങ്ങനെ ആ ഒരു മെത്തേഡ് യൂസ് ചെയ്തിട്ടാണ് അവരൊരു വർക്കിനെ അനലൈസ് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ടിൻഡ്രം എന്ന് പറഞ്ഞിട്ടുള്ളൊരു നോവലുണ്ട്. അത് എഴുതിയിട്ടുള്ളത് ഗുണ്ടർ ഗ്രാസ് ആണ്. ഗുണ്ടർ ഗ്രാസ് എന്ന് പറഞ്ഞിട്ടുള്ളൊരു റൈറ്ററാണ്. അപ്പോൾ ആ ഒരു നോവലൊരു സ്ട്രീം ഓഫ് കോൺഷ്യസ്നെസ് നോവലാണ്. ഐ മീൻ ഈ ഗുണ്ടർ ഗ്രാസ് ഒരു മെൻ്റൽ അസൈലത്തിൽ അഡ്മിറ്റായിട്ട് ഇരിക്കുന്ന സമയത്ത് അദ്ദേഹം അവിടെ ഇരുന്ന് എഴുതുന്ന നോവലാണ്. ഓക്കെ, അപ്പോൾ ആ നോവലിൽ പ്രതിഫലിക്കുന്ന കാര്യങ്ങളെല്ലാം അദ്ദേഹത്തിൻ്റെ മാനസിക സ്ഥിതിയെയാണ് കാണിക്കുന്നത്. ഓക്കെ, സോ ദേ പേ അറ്റൻഷൻ ടു അൺകോൺഷ്യസ് മോട്ടീവ്സ് ആൻഡ് ഫീലിങ്സ്. നമ്മുടെ അൺകോൺഷ്യസ്, നമ്മുടെ അബോധപരമായിട്ട് നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യും. ഞാൻ പറഞ്ഞല്ലോ, ഒരു ലഡു കാണുന്ന സമയത്ത് നമ്മൾ പെട്ടെന്നെടുത്ത് കഴിക്കും, ചെറിയ കുട്ടികളൊക്കെ. സോ അബോധത്തിൽ അവർ ചെയ്യാണ്. മറ്റുള്ള ആളുകൾ എടുത്തുകൊണ്ടോ എന്ന് നമ്മൾ നോക്കില്ല. അപ്പോൾ ചില ആളുകൾ കാണാം, അവർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്തെങ്കിലും കാര്യങ്ങൾ കിട്ടുന്ന സമയത്ത് അവർ ഭയങ്കരമായിട്ട് ഹാപ്പി ആവും. സോ അപ്പോൾ എടുത്ത് ആരാ ഉള്ളതെന്ന് നോക്കില്ല. സോ അങ്ങനെ ഒരുപാട് മലയാളം ഫിലിംസിലൊക്കെ നമുക്ക് അങ്ങനത്തെ ഒരുപാട് ഒക്കേഷൻസ് കാണാൻ പറ്റും. ഹാപ്പിനെസ് കൂടിയിട്ട് എന്തെങ്കിലുമൊക്കെ കാണിക്കും, അപകടത്തിലോട്ട് ചെന്ന് ചാടും. സോ ഇറ്റ്സ് ആൻ അൺകോൺഷ്യസ് പ്രോസസ്, വി കനോട്ട് ബ്ലോക്ക് ദാറ്റ്. അതുപോലെ അൺകോൺഷ്യസ് മോട്ടീവ്സ്, നമുക്കുണ്ടാകുന്ന മോട്ടീവ്സ്, നമ്മുടെ ഫീലിങ്സ്, ഇതെല്ലാം ഒരു പുസ്തകം എഴുതപ്പെടുന്നതിൽ കാരണമാകുന്നു എന്ന് ആര് പറയുന്നു? സൈക്കോ അനാലിറ്റിക് ക്രിറ്റിക്സുകൾ പറയുന്നുണ്ട്. സോ ഓതേഴ്സ് മൈൻഡ് റിവീൽസ് ത്രൂ ക്യാരക്ടേഴ്സ്. അതുപോലെ ആ ഒരു പുസ്തകത്തിൽ നമ്മൾ കാണുന്ന ക്യാരക്ടേഴ്സ് ആ ഒരു എഴുത്തുകാരൻ്റെ മാനസിക സ്ഥിതിയാണ് കാണിക്കുന്നത്. സൈക്കിക് കോണ്ടെക്സ്റ്റ് ഓഫ് എ വർക്ക് ഈസ് അനലൈസ്ഡ് ബൈ ദം. ഒരു പുസ്തകത്തിൻ്റെ മാനസികപരമായിട്ടുള്ള വശങ്ങൾ, മനസ്സുമായിട്ട് ഉള്ള വശങ്ങൾ, അല്ലെങ്കിൽ ആ ബുക്ക് എഴുതുന്ന സമയത്ത് ഉള്ള എഴുത്തുകാരൻ്റെ മാനസിക അവസ്ഥ എന്തായിരുന്നു, ആ ഒരു എഴുത്തുകാരൻ ആ ഒരു സമയത്ത് എവിടെയായിരുന്നു ജീവിച്ചിരുന്നത്, ഏത് രീതിയിലായിരുന്നു ജീവിച്ചിരുന്നത്. അധിക എഴുത്തുകാർ നമുക്കറിയാം ആൽക്കഹോളിക് അല്ലെങ്കിൽ അങ്ങനെയുള്ള ഡ്രഗ്സിനൊക്കെ അഡിക്റ്റഡ് ആയിരുന്നു. സോ അങ്ങനെയുള്ള ഒരുപാട് റൈറ്റേഴ്സ്, ഇപ്പോൾ ഡിലാൻ തോമസിനെ പോലെയുള്ള കവികൾ, എഡ്ഗർ അലൻ പോലെയുള്ള നോവലിസ്റ്റുകൾ, ഷോർട്ട് സ്റ്റോറി റൈറ്റേഴ്സ്, ഓക്കെ, അവരെല്ലാം അമിതമായി ആൽക്കഹോളിക് അഡിക്റ്റഡ് ആയിരുന്നു. ടി എസ് എലിയറ്റ് അല്ല, നമ്മുടെ സാമുവൽ ടൈലർ കോൾറിഡ്ജ് ഒരു കവിയാണ്. അദ്ദേഹം ഓപ്പിയം ഈറ്റർ ആയിരുന്നു, ഐ മീൻ ഓപ്പിയത്തിന് അഡിക്റ്റഡ് ആയിരുന്നു. അതുപോലെ ജോൺ കീറ്റ്സ്, ഒരുപാട് ആളുകളുണ്ട്. സോ ആ ഒരു സമയത്തെ അവരുടെ മാനസികാവസ്ഥ ഈ ഒരു സൈക്കോ അനാലിറ്റിക് ക്രിറ്റിസിസത്തിൽ നമ്മൾ വളരെയധികം പ്രാധാന്യം കൊടുക്കുന്നുണ്ട്. അതിനെയാണ് നമ്മളിവിടെ കീറി മുറിച്ച് പരിശോധിക്കുന്നത്. സോ ക്യാരക്ടേഴ്സ് റെപ്രസെൻറ്റേഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ്. ഓരോ ക്യാരക്ടറിനെയും ആ നോവലിൽ അവതരിപ്പിക്കുമ്പോൾ ആ അവതരിപ്പിക്കുന്ന ക്യാരക്ടർ സംഹൗ ഇറ്റ് ക്യാൻ ബി കണക്റ്റഡ് ടു ദ മൈൻഡ് ഓഫ് ദ ഓതർ. ഓതറുടെ മനസ്സുമായിട്ട് എവിടെയെങ്കിലുമൊക്കെ നമുക്ക് കണക്ഷൻ കിട്ടും, അല്ലെങ്കിൽ ഓതറുടെ ഏതെങ്കിലും ഒരു ജീവിത കാലഘട്ടമായിട്ട് താരതമ്യപ്പെടുത്തിയായിരിക്കും അല്ലെങ്കിൽ സമാനമുള്ളതായിരിക്കും ആ ഒരു ക്യാരക്ടർ വരുന്നത്. ആ ഒരു ക്യാരക്ടറിൻ്റെ സ്വഭാവവും ഓതറിൻ്റെ സ്വഭാവം ഏകദേശം സെയിം ആയിരിക്കും ഏതെങ്കിലും കാലഘട്ടത്തിൽ. ചിലപ്പോൾ ഓതർ കഴിഞ്ഞ കാലഘട്ടത്തിൽ കടന്നു പോയിട്ടുള്ള ജീവിതാനുഭവങ്ങളായിരിക്കും ഒരു ക്യാരക്ടറിലൂടെ മുന്നോട്ട് പറയുന്നത്. സോ ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ നോവൽ, ദ ക്യാരക്ടേഴ്സ് ഓഫ് ദ പോയംസ് can be connected to the historical background of the mind of the author. Okay. So സിഗ്മണ്ട് ഫ്രോയിഡിനെ കൂടാതെ ഈ ഒരു ഏരിയയിൽ നമുക്ക് ഉള്ളത് കാൾ ജങ് ആണ്. കാൾ ജങ്. സോ ഹി ഗീവ് ഇമ്പോർട്ടൻറ്റ് ടു ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കോൺഷ്യസ് വേഴ്സസ് അൺകോൺഷ്യസ് മൈൻഡ്സ്. അപ്പോൾ സിഗ്മണ്ട് ഫ്രോയിഡും കാൾ ജങ്ങും അവർ രണ്ടുപേരും പ്രാധാന്യം കൊടുക്കുന്നത് ഡിസ്റ്റിങ്ഷൻ ബിറ്റ്വീൻ കോൺഷ്യസ് ആൻഡ് അൺകോൺഷ്യസ് മൈൻഡാണ്.
അബോധ മനസ്സും ബോധ മനസ്സും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ അതിലുള്ള കോൺഫ്ലിക്റ്റീസ്, അതിലുള്ള സങ്കീർണതകൾക്കാണ് ഇവർ പ്രാധാന്യം കൊടുക്കുന്നത്. ഓക്കെ, സോ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വോയിസിൽ, ഈ ഒരു വീഡിയോ ലെക്ചറിൽ പറയാൻ വേണ്ടിയിട്ടുള്ളത്. ആൻഡ് ഫോർ ദ നെക്സ്റ്റ് ക്ലാസ് വി ഹാവ് ടു ഡിസ്കസ് അനദർ പോയിന്റ് കോൾഡ് Oedipus complex and Electra complex. Okay, and after that we have to discuss another person called Jacques Lacan, and Jacques Lacan has coined some theories. He has put forward some theories. He has divided the human age as three: real age, mirror age, symbolic age. So we have to discuss those kinds of things for the next class. Now let me stop. Okay, thank you.